ഒരു ഗട്ട്സ് നമുക്ക് ഉണ്ടാവണം. കാരണം എല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, നമുക്കൊരു കംഫർട്ട് സോണിലിരിക്കുന്ന സമയത്ത്, കംഫർട്ടായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ കയ്യിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞോ, നിങ്ങളല്ലാത്ത എക്സ്ക്യൂസസ് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കരുത്. അല്ലെങ്കിൽ പിന്നെ വരും ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ്, നമുക്ക് എപ്പോഴാണ് നമുക്കറിയില്ല ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുമോ, അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാൽ വരുമോ എന്നൊന്നും നമുക്കറിയില്ല. മനസ്സിലായി? ടൈം ഈസ് എവ്രിത്തിങ് എന്ന് പറയുന്നതാണ്. നമ്മളത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഡൗൺഫാളിലിരിക്കുകയോ ആയിക്കോട്ടെ, അത് റൈറ്റായിട്ട് ചൂസ് ചെയ്യാനുള്ള, അത് ചൂസ് ചെയ്തെടുക്കാനുള്ള, അതുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഗട്ട്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗട്ട്സ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ആത്മവിശ്വാസം ഉണ്ട്. കാരണം നിങ്ങൾക്ക് പകരക്കാർ മറ്റാരും ഇല്ല, എനിക്കൊരാളുമില്ല, എനിക്ക് പകരമാവാൻ വേറെ ആരുമില്ല, അതുപോലെ നിങ്ങൾക്ക് പകരമാവാൻ വേറെ ആരുമില്ല. നമ്മളെല്ലാവരും യൂണീക്കായിട്ടുള്ള വ്യക്തികളാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, നമ്മളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, നമുക്ക് അവരുടേതായ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ടാകും. കാരണം നമുക്കെല്ലാം എല്ലാത്തിനെ പറ്റി അറിയില്ല, നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളൊക്കെ ഓരോന്ന് ചെയ്തും കണ്ടുമൊക്കെ നമ്മളും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്തിട്ട്